അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുക്കൂനുള്ള നൂന്, തൻവീന് ഇവകളുടെ നിയമങ്ങളാണ് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഇഖ്ലാബ് പറഞ്ഞു, ഇദ്ഗാമും ബിലാഗുന്ന പറഞ്ഞു, ഇദ്ഗാമും ബിഗുന്ന പറഞ്ഞു, ഇൽഹാർ പറഞ്ഞു. ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഖ്ഫായിലേക്ക് കടക്കാം. അപ്പോൾ സൂറത്തുൻ നഹൽ തുടങ്ങുകയാണ്. 131 ക്ലാസ്സാണ് നമ്മുടെ ക്ലാസ്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് ഉപകരിക്കുമെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഇഖ്ലാസ്, തഖ്വ അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളമായിട്ട് മറ്റുള്ള സൽക്കർമ്മത്തിൻ്റെ കൂടെ വിശുദ്ധ ഖുർആനൊക്കെ പാരായണം ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള സാഹചര്യം, സന്മനസ്സും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാനമായിട്ട് ദുആ ചെയ്യും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أتى أمر الله فلا تستعجلوه سبحانه وتعالى عما يشركون. തുടക്കം അതാ അംറുല്ലാഹ്. നിർത്തുമ്പം അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനൊന്നും ഇല്ലെങ്കിൽ സുക്കൂനാണ് ചെയ്യേണ്ടത്. ഹാ അവിടെ നിർത്തുക എന്ന് പറയുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണോ നിർത്തുന്നത് അതിനാണ് നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക, വഖഫ് ചെയ്യുക എന്നൊക്കെ പറയുക. അതാ അംറുല്ലാഹി ഫലാ, അവിടെ നിർത്തുകയാണെങ്കിൽ ഫലാ, കാരണം നീട്ടാനുള്ള സ്ഥലമാണ്. നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഫലാ തസ്തഅജിലൂ, അവിടെ നിർത്തിയപ്പോൾ ഹാന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്, അവിടെയും നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ലൂ സുബ്ഹാന, തുടക്കമായത് കൊണ്ടൊന്ന് പറയാന്ന് മാത്രം. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇനിയുള്ള ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സുബ്ഹാനഹു എന്നുള്ളിടത്ത് നിർത്തുമ്പം ഫലാ തസ്തഅജിലൂഹു സുബ്ഹാനഹു സുബ്ഹാനഹു വതആല. ഈ ഹാന് നീട്ടാനുണ്ട് ഇല്ല നോക്കണ്ട. ഹാ എപ്പോഴും നിർത്തുമ്പോൾ അവിടെ ഹാന് സുക്കൂൻ ചെയ്തിട്ടാണ് നിർത്തേണ്ടത്. നഹ് 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 സുബ്ഹാനഹു വതആല സുബ്ഹാനഹു വതആല. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ആ ഹു നീട്ടേണ്ടി വരും. സുബ്ഹാനഹു വതആല وتعالى عما يشركون. അവിടെ അവസാനത്തെ അക്ഷരത്തിന് നൂനാണ്. നൂന് സുക്കൂൻ ചെയ്തു. സുക്കൂൻ ചെയ്തപ്പോൾ തൊട്ട് മുമ്പുള്ള അക്ഷരം നോക്കണം, അവിടെ നീട്ടാനുണ്ടോയെന്ന്. അവിടെ ഉണ്ടെങ്കിൽ നീട്ടണം. യുശ്രികൂൻ വതആല. വതആല എന്ന് പറയുന്നത് വതആല അമ്മ എന്ന് പറയുന്നത് അമ്മ. ഹൽക്കിൻ്റെ, ഹൽക്ക് എന്ന് പറഞ്ഞ തൊണ്ടയുടെ കഴുത്തിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് വരേണ്ടത്. മുകളിൽ ഭാഗത്തു നിന്നാണ് അല്ലേ. ഇത് ഐനാണ്. വതആല മറ്റേത് غير المغضوب عليهم അവിടെ ഐനാണ്. وتعالى عما يشركون. ഒന്നുകൂടെ, ഒന്നാമത്തെ ആയത്താണ്. അതാ അവിടെ നീട്ടാനുണ്ട്. അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂഹു
സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ശബ്ദമുള്ള നൂന് മീമ് മണിക്കേണ്ടതാണ്. രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കൂടെ ഓതേണ്ടതാണ്. ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഓതി നോക്കുക. ഓതിയിട്ട് ശരിയാണോ അല്ലേ എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ക്ലാസ് ഏതായാലും 3 പ്രാവശ്യം റിപ്പീറ്റ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളും അതുപോലെ 3 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ഉണ്ടാകണം. തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ നമ്മളെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് വാട്സപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. യുനസ്സിലുൽ മലായികത ബിറൂഹ്. യുനസ്സിലുൽ മലായികത ബിറൂഹ്. ഹഅന് സുക്കൂൻ ചെയ്തു. ബിറൂഹ് എന്ന് പറയുന്നത് ബിറൂഹ്. ഹഅന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. അപ്പോൾ അവിടെ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ആ നീട്ടുന്നതിൻ്റെ പേരാണ് മദ്ദ ആരിൽ. നിർത്തുമ്പോൾ ഉണ്ടാകുന്ന മദ്ദുകൾക്കാണ് മദ്ദ ആരിൽ എന്ന് പറയുക. നിർത്തുമ്പോൾ ഉണ്ടാകുന്ന, അവിടെ നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ടാകും. അവിടെ എന്ത് ചെയ്യാൻ മദ്ദ ആരിൽ ഉണ്ടാവും. ബിറൂഹ് ബിറൂഹി മിൻ അംരിഹി. മിൻ അംരിഹി മിൻ അംരി. അവിടെ നിർത്തുമ്പോൾ മിൻ അംരി, നിർത്തുന്നില്ലെങ്കിൽ മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയം നൂനിൻ്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. നൂനിൻ്റെ ശേഷം സുക്കൂണുള്ള നൂന് അല്ലേ, സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീൻ്റെ ശേഷം. ഇവിടെ കണ്ടില്ല, മിൻ എന്നുള്ള സുക്കൂണുള്ള നൂനാണ്. അവിടെ ചിഹ്നമുണ്ട്, ചിഹ്നം ഉണ്ടായാലും ഇല്ലെങ്കിലും. മയ്യ അവിടെ കണ്ടില്ല, നൂൻ്റെ സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം യാ വന്നു. ഇവിടെ മിൻ അംരി, മിൻ എന്ന സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം ആ എന്ന ഹംസയാണ് വന്നിട്ടുള്ളത്. ഇതാണ് നോക്കേണ്ടത്. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വന്ന അക്ഷരങ്ങൾ ബ ആണെങ്കിൽ ഈ നൂനിനെ എന്ത് ചെയ്യണം? നൂനിൻ്റെ സ്ഥാനത്ത് മീം കൊണ്ടുവരണം. മിൻ എന്നുള്ളത് മീം, മീം ബ എന്നാണ് ഓതേണ്ടത്. ബ ആണ് ശേഷമുള്ളതെങ്കിൽ. ഇനി ലാമോ റോ ആണെങ്കിൽ മിൻ റോ എന്നാണെങ്കിൽ മിർ റോ. മിൻ ല എന്നാണെങ്കിൽ മില്ല എന്നാണ് ഓതേണ്ടത്. ലാമോ റോ ഒന്ന് ബ ആണ്, അവിടെ എന്ത് ചെയ്യണം? നൂനിനെ മാറ്റി മീമാക്കണം. ലാമോ റ ആണെങ്കിൽ നേരെ കൂട്ടി യോജിപ്പിക്കാം. നൂന് പറയാൻ പാടില്ല. മിൻ ല എന്നുള്ള മില്ല, മിൻ റ എന്നുള്ള മിറ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. മുമ്പുള്ള ക്ലാസ്സുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നൗമിയിൽപ്പെട്ട അക്ഷരം നൂന്, വാവ്, മീമ്, യാവ്. മിൻ എന്നതിന് ശേഷം ഇവിടെ അംരി എന്നുള്ളതാണ്. ആ എന്നതിന് സ്ഥാനത്ത് ന എന്നാണെങ്കിൽ മിൻ, ന എന്നാണെങ്കിൽ മിന്ന. കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മിന്ന മണിക്കുകയും ചെയ്യണം. മിൻ വ എന്നാണെങ്കിൽ മിവ്വ. മിൻ വ എന്ന് പറയുന്നത് മിവ്വ. മിൻ യ എന്നാണെങ്കിൽ മിയ്യ, മിയ്യ. മീമാണെങ്കിൽ മിമ്മ. അത് കൂട്ടി യോജിപ്പിക്കുക, ഇദ്ഗാം ചെയ്യുക. ബിഗുന്നയും മണിക്കുകയും ചെയ്യണം. മിൻ മതല മിമ്മ വര മിമ്മ. മിമ്മ കൂട്ടി യോജിപ്പിച്ചു, ഇദ്ഗാം ചെയ്തു. പക്ഷെ ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കുകയും ചെയ്യണം. ഇദ്ഗാമും ബിഗുന്ന. അപ്പോൾ അവിടെ മണിക്കണം. മിമ്മ. മൻ എന്നാണെങ്കിൽ മം, മൻ മ എന്നാണെങ്കിൽ മമ്മ. മൻ യ എന്നാണെങ്കിൽ മയ്യ. മവ്വ. മൻ വ എന്നാണെങ്കിൽ മവ്വ. ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇനി പറയുന്ന 6 അക്ഷരങ്ങൾ ഹംസ, ഹ, ഹ, ഖ, ഐൻ, ഗൈൻ. 6 അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം. മിൻ കടിയ മിൻ എന്ന സുക്കൂണ നൂന്റെ ശേഷം ഹംസ വന്ന് ഇൽഹാറിന്റെ അക്ഷരമായ 6 അക്ഷരങ്ങൾ വന്നാൽ ഹംസ, ഹ, ഖ, ഐൻ, ഗൈൻ ഈ 6 അക്ഷരങ്ങൾ വന്നാൽ മിൻ മിൻ എന്ന് വ്യക്തമാക്കിയിട്ടാണ് പറയേണ്ടത്. അവിടെ എന്തുണ്ടാവും? നൂന് സുക്കൂൻ ഉണ്ടാവും. തൻവീന്റെ ശേഷം വന്നാലും ഇങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. അവിടെ മിൻ മിൻ അംരിഹി അലാ മയ്യ. അവിടെ എന്തുകൊണ്ടാണ് മയ്യ മൻ യ എന്ന് പറയാതിരുന്നത്? ശേഷമുള്ളത് അക്ഷരം യ ആണ്, ഇൽഹാറിന്റെ അക്ഷരമല്ല. ചാർട്ടിലേക്ക് നോക്കണം. ചാർട്ട് ഒന്ന് എഴുതി വെക്കുക, എവിടെയെങ്കിലൊക്കെ ഒന്ന്
ചെറുതായിട്ട് അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആരെ കൊണ്ട് എഴുതിപ്പിച്ച് നമ്മളെ മുമ്പിൽ എപ്പോഴും വെക്കുക. നമുക്ക് എടുത്ത് നോക്കാൻ പറ്റിയ സ്ഥലത്ത് വെക്കുക. ഇപ്പോൾ പലരും പറയുന്ന വിഷയമാണ്. പലരും എന്ന് പറഞ്ഞാൽ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും പ്രായമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, അത് മനസ്സിലാകാത്തൊരു വിഷയമാണ്. ചിലപ്പം പറഞ്ഞപ്പം മനസ്സിലായി, പിന്നെ അത് മറന്നു പോവുകയാണ്. അതിനുള്ള പരിഹാരം നമ്മൾ എന്ത് ചെയ്യുക, ചാർട്ടിലേക്ക് നോക്കുക, എടുത്തു ഓതുക, അക്ഷരങ്ങൾ നോക്കുക, വീണ്ടും നോക്കുക, എങ്ങനെ ഓതേണ്ട രൂപങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ശീലമാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവും. ആ രൂപത്തിൽ ഇങ്ങനെ ഓതി നോക്കുക, ചാർട്ടിലേക്ക് നോക്കുക. പിന്നെ ചാർട്ടിലേക്ക് നോക്കേണ്ട ആവശ്യം വരില്ല. അള്ളാഹു നമുക്ക് നല്ല ഓർമ്മശക്തി പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ശ്രമിച്ചാലും ഇല്ലെങ്കിലും, പിന്നെ മനസ്സിലായാലും ഇല്ലെങ്കിലും, ചിലപ്പോൾ എന്ത് ചെയ്യും, കുറേ പ്രാവശ്യം പറഞ്ഞാലും ഇല്ലെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യൂല, നമ്മളാ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഓതണം എന്തിനാ, കൂലി കിട്ടാൻ വേണ്ടിയാണ്. നമ്മളാ ഭാഗം ക്ലിയർ ആക്കുക, പരമാവധി ശ്രമിക്കുക. കഴിഞ്ഞു പോയതൊന്നും ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇനിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുന്നതിനുള്ള കൂലി നമുക്ക് എന്തായാലും കിട്ടും. നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ, അപ്പോൾ ആ ഒരു ബേജാറിൽ ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും പിന്നെ മനസ്സിലാകാത്തൊരു വിഷയം നമുക്കുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തും നമ്മൾ ഖുർആനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടില്ലല്ലോ, ഖുർആനുമായിട്ട് അടുക്കാനുള്ള ശ്രമം ഉണ്ടായല്ലോ. അള്ളാഹു നമ്മളിലേക്ക് അടുക്കാൻ എന്താ വേണ്ടത്? അള്ളാഹു നമ്മളിലേക്ക് കൂടുതലായിട്ട് ഇങ്ങോട്ട് അടുക്കും. കാരണം നമ്മളിത് പിന്നെ ഒരു സംഗതി ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എങ്കിൽ പിന്നെ നമ്മളത് സാധാരണ നമ്മൾ ഈ ഒരു വിഷയം ഇബാദത്തല്ല, നമ്മൾ മറ്റേ എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ ആഗ്രഹിച്ചു കിട്ടണം എന്ന് പരിശ്രമിച്ചു, വളരെയധികം അതിനുവേണ്ടി പരിശ്രമിച്ച് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ ഒഴിവാക്കി പോവും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒഴിവാക്കി പോകുന്നില്ല, നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു ഇബാദത്താണ്, കൂലി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക. നമ്മൾ ഓതുന്നത് കുറേ പേജ് ഓതണം എന്നുള്ളതല്ല, നമ്മളെ മനസ്സിലേക്കാണ് അള്ളാഹു തആല നോക്കുന്നത്. നമ്മളെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ അത് മതി. അള്ളാൻ്റെ അടുത്ത് ചിലപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരു ഹത്ത് ഒരു ദിവസം തന്നെ തീർത്തു. വേറെ ഒരു ഉമ്മ ഒരു ഉപ്പ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ ശബ്ദം ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഒറ്റ പേജ് മനസ്സറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓതിപ്പോവാണ്. ഓതാൻ വേണ്ടി കിട്ടുന്നില്ല, എന്നാൽ പോലും അത് കവിൻ്റെ പരമാവധി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ കൂടെ ഓതിയിട്ട് കൂലി കിട്ടണം, എനിക്ക് ഈ ഖുർആൻ ഒരിക്കലും തന്നെ നഷ്ടപ്പെടരുത്, നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിലൊന്ന് പരിശ്രമിച്ച് നോക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ ഓതിയാൽ ആ ഒറ്റ പേജ് മതി. അല്ലാഹു തആല അവൻ്റെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നല്ല നിലക്ക് ക്ലാസ് എടുക്കാനും കേൾക്കാനും പഠിക്കാനും നമുക്കൊക്കെ ധാരാളമായിട്ട് പാരായണം ചെയ്യാനും പ്രവർത്തികമാക്കാനൊക്കെ ഉള്ള തൗഫീഖ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ക്ലാസ് വേറെ ഒരു ക്ലാസ്സും അല്ല, നമ്മൾ ഈ ഓത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ പിന്നെ മറ്റു ചാനലുകളൊക്കെ ഇഷ്ടംപോലെ ഉസ്താദുമാരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. നമുക്ക് അനുയോജ്യമായ ക്ലാസ്സുകളൊക്കെ കേൾക്കുക. നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ സേവനമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ദിക്ർ, സ്വലാത്ത്, അത്തഹിയാത്ത്, വജ്ജഹത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ പറയും എന്ന് മാത്രം. അപ്പോൾ അത് നമ്മൾ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതി തന്നെയാണല്ലോ. വജ്ജഹത്തായാലും ഖുനൂത്തായാലും പിന്നെ അത്തഹിയാത്തായാലും ദുആ ആയാലും സ്വലാത്തായാലും ദിക്റായാലും ആ ദിക്റൊക്കെ ചൊല്ലുമ്പോൾ പരമാവധി ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ചിലപ്പോൾ ഒരു പക്ഷേ ചെല്ലുന്ന റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓതിക്കാം. അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു എന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെയൊക്കെ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയാൻ പറ്റുമോ? ആ നിയമം അനുസരിച്ച് നമ്മൾ ഓതുകയാണെങ്കിൽ പിന്നെ അത് ചൊല്ലുകയാണെങ്കിൽ ഖുർആൻ അത്ര നമുക്ക് ശ്രദ്ധിക്കേണ്ടതില്ല എങ്കിലും നമ്മൾ പിന്നെ ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഖുർആൻ ഓതുന്നത് പോലെ ഓതണം എന്നല്ല ഇപ്പോൾ പറഞ്ഞത്. എങ്കിലും ആ നിയമങ്ങൾ ഓരോ അറബിക്കായാലും അതിൻ്റെ ഒരു നിയമം ഉണ്ടല്ലോ. അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുന്നതിന് പകരം അല്ലാഹുമ്മ ഗഫിർലി തർക്കീക്കാക്കി ഓതുമ്പോൾ ഒന്നുകൂടി ഭംഗിയാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഖുർആനുമായിട്ടുള്ളൊരു ടച്ച് അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ
അപ്പോൾ ഒന്നുകൂടി നമുക്ക് കൂലി കിട്ടാനൊക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ അങ്ങനെ മറ്റു ഏത് കാര്യം ആണെങ്കിലും അതൊക്കെ അത്തഹിയാത്താകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട ഫർദുകളൊക്കെ ആകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്നല്ല, നല്ല അലൈക്കും. അപ്പോൾ ആ സലാമാവുള്ളൂ. നമ്മൾ നിസ്കാരത്തിൽ സലാം വീട്ടുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾ സലാം പറയുന്നു. ഇപ്പം നമ്മൾ ഒരാളെ കണ്ണുമുട്ടി അസ്സലാമു അലൈക്കും, ആ അലൈക്കും എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ സലാമാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ശരിയായിട്ട് ഞാൻ സലാം ശരിയായിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആ അക്ഷരം ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ നിസ്കാരം തന്നെ ശരിയാവൂല. ഒരു ഫർളാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം, കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ആയത്താണ് യുനസ്സിലുൽ മലായികത ബിറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അവിടെ നിർത്തുമ്പോൾ മിൻ ഇബാദിഹി. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ഇപ്പോൾ ഈ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഞാൻ പരമാവധി ഒഴിവാക്കിയതാണ്. പിന്നെ ക്ലാസ് മാത്രമായിട്ട്, കാരണം പലർക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അത് വേണ്ട, നമുക്ക് ഈ ഓത്ത് മാത്രം കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ അടുത്ത ക്ലാസ്സുകളിലൊന്നും അത്തരം വിഷയങ്ങളൊന്നും പറയാതിരുന്നത്. എന്നിരുന്നാലും ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. യുനസ്സിലുൽ മലായികത ബിറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അവിടെ നിർത്തി, ഹാഇനെ സുക്കൂൻ ചെയ്തു. അവിടെ നിർത്തുന്നില്ല എങ്കിൽ നീട്ടൽ കുറച്ച് അധികമായിട്ട് നീട്ടാം, കാരണം മദ്ദിന്റെ ചിഹ്നം അവിടെയാണ്. മിൻ ഇബാദിഹി അൻ അൻദിറു, അൻ ശേഷമുള്ളത് അ എന്നുള്ളതായത് കൊണ്ട് അൻ എന്ന നൂനിനെ വ്യക്തമാക്കി മാത്രമല്ല വ്യക്തമാക്കണം എന്നതിൻ്റെ അടയാളമാണ് ആ നൂന്റെ സുക്കൂന്റെ ചിഹ്നം. അൻ അൻദിറു അന്നഹു ലാ ഇലാഹ. അവിടെ നിർത്തുകയാണെങ്കിൽ ലാ ഇലാഹ, നിർത്തുന്ന ഇല്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. ഇന്നിപ്പോൾ ഒരാൾ ഇന്നൊരാൾ ഇന്നൊന്നരയായിട്ട് സംശയം ചോദിച്ചിരുന്നു. ഇവിടെ നിർത്തുകയാണെങ്കിൽ എങ്ങനെ നിർത്തുകയാണ്? അന എന്നുള്ള സ്ഥലത്ത് അവിടെ 0 മാർക്ക് കണ്ടാൽ ആ 0 മാർക്ക് കൂട്ടി വായിക്കുമ്പോൾ അത് ഒഴിവാക്കണം. അന എന്ന് വായിക്കരുത്, അന ഫത്തഖൂൻ എന്നാണ് ഓതേണ്ടത്. അന എന്ന് പറയരുത്, അന ഫത്തഖൂൻ. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ആ അലിഫ് അവിടെ വരും, നീട്ടാനുള്ള അക്ഷരം അവിടെ വരും. ലാ ഇലാഹ ഇല്ലാ അന, അനല്ല അന. ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. ينزل الملائكة بالروح من أمره على من يشاء من عباده أن أنذروا أنه لا إله إلا أنا فاتقون. خلق السماوات والأرض بالحق تعالى عما يشركون. ഇവിടെ നിയമങ്ങളൊന്നും ഒന്ന് പ്രത്യേകമായിട്ട് നൂന്റെ തൻവീന്റെ നിയമങ്ങളില്ല. ശദ്ദുള്ള മീമുണ്ട് മണിക്ക്. عما يشركون خلق السماوات والأرض بالحق تعالى عما يشركون. നാലാമത്തെ ആയത്ത് ഖലഖൽ ഇൻസാന മിൻ നുത്ഫ. അവിടെ ത ആണ്, ഹത ആണ്. നിർത്തുമ്പോൾ മിൻ നുത്ഫ അവിടെ നിർത്തുന്നതിൻ്റെ അതിൻ്റെ മുമ്പ് ഖലഖൽ ഇൻസാന മിന്നു. എങ്ങനെ വായിച്ചാൽ മിന്നു,
മിന്നു പോരാ, മിന്നു. കാരണം നൂൻ സുക്കൂണ നൂനിന്റെ ശേഷം നൂനാണ് വന്നിട്ടുള്ളത്. മിന്നു തുഫ മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. തൻവീന്റെ ശേഷം അവിടെ ഖസീമുൻ, ഖസീമും മുബീൻ. തൻവീന്റെ ശേഷം മീമാണ് വന്നിട്ടുള്ളത്. തൻവീനിന്റെ ശേഷം മീം വന്നു അല്ലേ? ഖസീമും മുബീൻ. തൻവീന്റെ ശേഷം മീം വന്നു. ഇദ്ഗാം ബിഗുന്നയാണ്, നൗമിയിൽപ്പെട്ട അക്ഷരമാണ് ശേഷമുള്ള അക്ഷരം. മീമിന്റെ ശേഷം മീം വന്നതെന്നല്ല, തൻവീനിന്റെ ശേഷമാണ് വന്നത്. അവിടെ ഇനിയിപ്പോൾ ബ ഖസീമുൻ എന്നുള്ള സ്ഥലത്ത് ബ ആണെങ്കിലും ത ആണെങ്കിലും ജീം ആണെങ്കിലും സീൻ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ശേഷമുള്ളത് മീമാണ്, തൻവീനാണ്. ഖസീബുൻ എന്നാണ്, ഖസീബും എന്ന് തന്നെ വായിക്കണ്ടേ. അവിടെ മീമിന് പകരം ബ ആണെങ്കിൽ, ഞാൻ അവിടെ താ ആണെങ്കിൽ ഹസീതും, അവിടെ മാറ്റം വരുന്നില്ല. അവിടെ അക്ഷരത്തിലേക്കല്ല നോക്കേണ്ടത്, മുകളിലുള്ള തൻവീനാണ്. തൻവീനിന്റെ ശേഷം വന്ന അക്ഷരമാണ് നോക്കേണ്ടത്. ശേഷമുള്ള അക്ഷരം ഏതാണ്? തൻവീനിന്റെ ശേഷം വന്ന അക്ഷരം മീമാണ്. അപ്പോൾ അവിടെ മീമിന് പകരം നൂനാണെങ്കിലും അങ്ങനെ തന്നെ ഹസീമും എന്നാ വായിക്കണ്ടേ. അവിടെ യാ ആണെങ്കിൽ ഹസീമുയ്യു. അവിടെ വാവാണെങ്കിൽ ഹസീമു. ഇവിടെ ഹസീമും മുബീൻ. നൗമിയിൽപ്പെട്ട അക്ഷരം നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരം വന്നാൽ കൂട്ടി യോജിപ്പിക്കാൻ പഠിക്കുക. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. والأنعام خلقها لكم فيها دفء ومنافع ومنها تأكلون. والأنعام والأنعام خلقها لكم فيها دفء ومنافع ومنها تأكلون. അവിടെ എന്ത് ചെയ്യണം? ഇദ്ഹാർ ചെയ്യണം. വമനാഫിഉ. തൻവീന്റെ ശേഷം വാവ് വന്നു അല്ലേ? ഇദ്ഗാം ബിഗുന്നയാണ്. വമിൻഹ നൂന്റെ ശേഷം ഹ വന്നു, ഇദ്ഹാറിന്റെ അക്ഷരമാണ് ഹ. والأنعام خلقها لكم فيها دفء ومنافع ومنها تأكلون. അഞ്ചാമത്തെ ആയത്ത് ولكم فيها جمال حين تريحون. അവിടെ നിർത്തിയപ്പോൾ നൂന് സുക്കൂൻ ചെയ്തു. അതിന് മുമ്പ് ഫീഹ ജമാലുൻ തൻവീൻ വന്നു. തൻവീന്റെ ശേഷം വന്ന അക്ഷരം ഏതാണ്? ഒന്ന് നോക്കി. തൻവീന്റെ ശേഷം വന്ന അക്ഷരം ഏതാണ്? ഹ ആണ്. ഹ എന്തിൽപ്പെട്ട അക്ഷരമാണ്? ഇഖ്ലാബിൽപ്പെട്ടതാണോ? അല്ല. ഇദ്ഗാമും ബിലാഗുന്നയാണോ? അല്ല. ഇദ്ഗാമും ബിഗുന്നയാണോ? അല്ല. പിന്നെ ഏതാ? ഇൽഹാർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? തൻവീന്റെ ശേഷം ഹ വന്നാൽ ഇൽഹാർ വ്യക്തമാക്കണം. ജമാലുൻ, ആ തൻവീന് വ്യക്തമാക്കണം. ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ. അവിടെ നൂന് തസ്റഹൂന എന്നുള്ളത് നിർത്തിയപ്പോൾ നൂന് സുക്കൂൻ ചെയ്തു. ولكم فيها جمال حين تريحون وحين تسرحون. ഏഴാമത്തെ ആയത്ത് وتحمل أثقالكم إلى بلد لا തൻവീന്റെ ശേഷം ലാമാണ് വന്നിട്ടുള്ളത്. إلى بلد لم تكونوا بالغيه. إلى بلد لم
തെൻവീൻ്റെ ശേഷം വന്ന അക്ഷരം ഏതാണ്? ലാമോ റോ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക. ബലദിൻ ല എന്ന് പറയുന്നത് ദില്ല. ഇല ബലദില്ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖിൽ അൻഫുസ് إلا بشق الأنفس إن ربكم لرؤوف رحيم. إن ربكم لرؤوف رحيم. رؤوف رحيم نوريد لرؤوف رحيم. وتحمل أثقالكم إلى بلد لم تكونوا بالغيه إلا بشق الأنفس إن ربكم لرؤوف رحيم. എട്ടാമത്തെ والخيل والبغال പോരാ വായ നിറച്ച് പറയണം. ഇസ്തിലായിന്റെ അക്ഷരമാണ്. والخيل والبغال والحمير. അവിടെ നിർത്തുമ്പോൾ റോയിന് സുക്കൂൻ ചെയ്യണം, തൊട്ട് മുമ്പ് നീട്ടാറുണ്ട്, തർക്കീക്ക് ചെയ്യണം. والخيل والبغال والحمير لتركبوها وزينة അവിടെ നിർത്തുമ്പോൾ وزينة ويخلق ما لا تعلمون. അവിടെ നിർത്തുന്നില്ലെങ്കിൽ وزينة ويخلق ما لا تعلمون. والخيل والبغال والحمير لتركبوها وزينة ويخلق ما لا تعلمون. എട്ടാമത്തെ ആയത്ത് وعلى الله قصد السبيل ومنها جائر. ഇവിടെ നിർത്തിയപ്പോൾ ജാഇറുൻ എന്നാണുള്ളത്. അവിടെ നിർത്തിയപ്പോൾ റാഇന് സുക്കൂൻ ചെയ്തു, ജാഇർ. അപ്പോൾ റാഇന് സുക്കൂന് മുമ്പ് കസറാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തർക്കീക്ക് ചെയ്തിട്ടാണ് ഓതുന്നത്. ജാഇർ എന്നല്ല, ജാഇർ. وعلى الله قصد السبيل ومنها جائر ولو شاء لهداكم أجمعين. وعلى الله قصد السبيل ومنها جائر ولو شاء لهداكم أجمعين. لهداكم എന്ന് വായിക്കരുത്, لهداكم أجمعين. പത്താമത്തെ ആയത്ത് ഹുവല്ലദി കൂട്ടി വയ്ക്കൽ ഇങ്ങനെ ഹുവ കഴിഞ്ഞതിന് ശേഷം ഹംസത്തുൽ വസിലാണ്. ഹുവ അല്ലദി എന്നല്ല, ഹുവല്ല. കാരണം ഹംസത്തുൽ വസിൽ ഒഴിവാക്കിയിട്ടാണ് ഓതേണ്ടത്. ഹുവല്ലദി അൻസല മിനസ്സമാഇ മാഅ. ഹുവല്ലദി അൻസല മിനസ്സമാഇ മാഅ. ഹുവല്ലദീ അവിടെ നീട്ടാറുണ്ട്. അൻസല മിനസ്സ കൂട്ടി വയ്ക്കണം. മിന കഴിഞ്ഞതിന് ശേഷം ഹംസത്തുൽ വസിലാണ്. ഹംസത്തുൽ വസിൽ ഒഴിവാക്കണം. ലാമാണ്, ലാമും ഒഴിവാക്കണം. കാരണം ലാമിന് സുക്കൂൻ ഇല്ല. അവിടെ ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വായിക്കാം, മിനൽ സമാ എന്ന് വായിക്കാം. അവിടെ ലാമിന് സുക്കൂൻ ഇല്ലാത്തത് ഇപ്പം നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മിനസ്സമാഇ മാഅ അവിടെ നിർത്തി. എന്ന് പറയുന്നത് അവസാനത്തെ അക്ഷരത്ത് സുക്കൂൻ ചെയ്യണം എന്നാണല്ലോ. തൻവീൻ ഫത്ത് ഉള്ള സ്ഥലത്ത് ഹാത്ത അല്ല, ഹാത്ത എങ്ങനെ വന്നാലും അതിന് സുക്കൂനുള്ള ഹ ആക്കി മാറ്റണം. ബാക്കിയുള്ള തൻവീൻ ഫത്ത് ഉള്ള സ്ഥലങ്ങളിൽ ഒന്ന് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. മ എന്നുള്ളതല്ല നീട്ടേണ്ടത്.
അവിടെ നിർത്തുന്നില്ലെങ്കിൽ തെൻവീൻ്റെ ശേഷം ലാമാവണത് മ അൻ എന്നതിന് ശേഷം ല മ അൻ ല എന്നല്ല. നേരത്തെ പറഞ്ഞു തെൻവീൻ്റെ ശേഷം അല്ലെങ്കിൽ സുക്കൂണുള്ള നൂൻ്റെ ശേഷം ലാമോ റോ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക. മ അല്ല ماء لكم منه شراب ومنه شجر فيه تسيمون شراب ومنه شجر فيه تسيمون هو الذي أنزل من السماء ماء لكم منه شراب ومنه شجر فيه تسيمون. 11-ാമത്തെ ആയത്ത്. ഇവിടെ ആദ്യത്തെ അക്ഷരം യു എന്നുള്ളതാണ്. രണ്ടാമത്തെ അക്ഷരം നൂനാണ്, സുക്കൂണുള്ള നൂനാണ്. നൂനിന് ശേഷമുള്ള അക്ഷരം ബ ആണ്. നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം ബ വന്നാൽ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊണ്ടുവരണം. അപ്പം യുൻ ബി തു എന്നുള്ളത് മീമ് കൊണ്ടുവരണം. യും ബി മീമ് കൊണ്ടുവന്നാൽ പരാ മറിച്ച് മണിക്കുക. യും ബി തുലക്കും യും ബി തുലക്കും ബി ലക്കും ബി. അവിടെ മീമിൻ്റെ ശേഷം ബ വന്നിട്ടുള്ളത് അല്ലേ. ഇവിടെയും മീമിൻ്റെ ശേഷം യുൻബിത്തു എന്നുള്ളത് മീമിൻ്റെ ശേഷം ബ ആണ് എന്ന് പറഞ്ഞാൽ നൂനിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ മീമായി. അപ്പോൾ പിന്നെ മീമിൻ്റെ ശേഷം ബ ആണ്. അപ്പോൾ അവിടെ മീമിൻ്റെ നിയമമാണ് കൊണ്ടുവരേണ്ടത്. ആദ്യം മാറ്റിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള നിയമം മീമിൻ്റെ നിയമമാണ്. ഇഖ്ഫ ആണ് വരേണ്ടത്. യുംബിതു ലക്കും ബിഹി الزرع لكم به الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك നീട്ടണം. ലാമിൻ്റെ ഇടയിൽ വന്ന എന്ന് നീട്ടണം. കാരണം ഹംസ വന്നതിന് ശേഷം അലിഫുണ്ട്. ലആയതൻ ലി എന്ന് പറയുന്നത് ലആയതൻ ലിഖൗമി യതഫക്കറൂൻ. ينبت لكم به الزرع والزيتون والنخيل والأعناب ومن كل الثمرات والنخيل والأعناب ومن كل الثمرات. താഇന് സുക്കൂന് തൊട്ടുമ്പ് നീട്ടാണ്ട് ثمرات ومن كل الثمرات. എന്നല്ല നാവിൻ്റെ തലഭാഗം അല്ലേ, മേലെ മുൻപല്ലിൻ്റെ തായ് ഭാഗത്ത് നാവ് നേരിയ നിലക്ക് പുറത്തിട്ടിട്ട് പറയാം. إن في ذلك لآية لقوم يتفكرون. 12 وسخر لكم الليل والنهار والشمس والقمر والنجوم مسخرات بأمره. തൻവീനിൻ്റെ ശേഷം ബാ വന്നു. മുസഖറാത്തും ബിഅംരിഹി. തുൻ എന്നതിനെ തും മീമാക്കി വരണം. തും ബിഅംരിഹി. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. ലആയാതിൻ ലി തൻവീനിന് ശേഷം ലാമോ റ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക. ലആയാതിൻ ലിഖൗമി. ഇവിടൊക്കെ എന്ത് ചെയ്യണം, ഓരോന്ന് നോക്കണം. തെൻവീൻ്റെ ശേഷം യാ ഒന്ന് ഇത് നൗമി ലിഖൗമി യഅഖിലൂൻ. وسخر لكم الليل والنهار والشمس والقمر والنجوم مسخرات بأمره إن في ذلك لآيات لقوم يعقلون. وما ذرأ لكم في الأرض مختلفا ألوانه
إن في ذلك لآية لقوم يذكرون. ഈ ആയത്തുകളിലൊക്കെ ഒരേ നിയമങ്ങളാണ് വരുന്നത്. وما ذرأ لكم في الأرض مختلفا ألوانه. അവിടെ മുഖ്തലിഫൻ അവിടെ നിർത്തണമെങ്കിൽ മുഖ്തലിഫ തൻവീനാണ്, തൻവീൻ ഫത്ത്ഹാണ്. തൻവീൻ ഫത്തിലെ നിർത്തുകയാണ് മുഖ്തലിഫ. നിർത്തുന്നില്ല എങ്കിൽ മുഖ്തലിഫൻ എന്ന് വ്യക്തമാക്കണം. ശേഷമുള്ളത് അ എന്നുള്ളതാണ്, ഇദ്ഹാറിന്റെ അക്ഷരമാണ്. മുഖ്തലിഫൻ അൽവാനു അവിടെ നിർത്തി, അൽവാനുഹു എന്നുള്ളത് നുഹ് അവിടെ നിർത്തുന്നില്ലെങ്കിൽ അൽവാനുഹു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യദ്ദക്കറൂൻ. وهو الذي سخر البحر لتأكلوا منه. لتأكلوا ورد لتأكلوا منه لحما طريا. لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه. وترى الفلك مواخر وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون. وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى لا من سكون أنا كتيجا وترى الفلك مواخر فيه. നിർത്തുമ്പോൾ ഫീ അതിൻ്റെ സുക്കൂൻ തൊട്ടും നീട്ടാറുണ്ട്, മധ്യ ആര്യം വരും. وَلِتَبْتَغُوا مِنْ فَضْلِهِ وَلَعَلَّكُمْ تَشْكُرُونَ. മധ്യ ആര്യം മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അവിടെ അവസാനം നമ്മൾ നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരം സുക്കൂൻ ചെയ്യണം, നീട്ടാനൊന്നുമില്ലെങ്കിൽ. ന എന്നുള്ളത് തെഷ്കുറൂന എന്നുള്ളത് എന്ന് പറഞ്ഞു. തൊട്ട് മുമ്പുള്ള അക്ഷരം, നേരെ മുമ്പുള്ള അക്ഷരം, അതിൻ്റെ തൊട്ട് മുമ്പിൽ നൂനിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം. നമ്മൾ അറബിയാണല്ലോ, അപ്പോൾ ഇവിടെ നിന്നാണല്ലോ വായിക്കുന്നത്, ഈ വലത്തേ ഭാഗത്തു നിന്ന്. തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള വാവാണ്. ആ വാവ് നീട്ടാനുള്ള അക്ഷരം അലിഫ് വരും, റോ എന്ന് വരും, അലിഫ് റീ എന്ന് വരും. പിന്നെ ഗസറാണെങ്കിൽ റൂ എന്ന് വരും, ലൊമ്മാണെങ്കിൽ അലിഫ് യാ വാവ്. ഇതാണ് നീട്ടാനുള്ള അക്ഷരം. ഇതല്ലാതെ വേറെ വരൂല നീട്ടാനുള്ള അക്ഷരം. അത് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. തശ്കുറൂൻ. وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون. 15 وألقى في الأرض رواسي أن تميد بكم وأنهارا وسبلا. تنوين فتح وسبلا وأنهارا وسبلا لا نوريد وسبلا لعلكم تهتدون. وألقى في الأرض رواسي أن تميد بكم وأنهارا وسبلا لعلكم تهتدون. 16 വഅലാമാത്ത്. അവിടെ നിർത്താണെങ്കിൽ ജീബുണ്ട്, ജീബ് വഖഫ് ജായിദ അനുവദനീയമാണ്. നിർത്തണമെങ്കിൽ നിർത്താൻ, ഇല്ലെങ്കിൽ നിർത്തിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഖുർആൻ ഓതുമ്പോൾ എവിടെ നിർത്തണം നിർബന്ധമൊന്നുമില്ല, എങ്കിൽ നമുക്കിങ്ങനെ ഓതിപ്പോവാം. എന്നാലും അതിൻ്റെ ചിഹ്നങ്ങളാണ്. ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ചിഹ്നങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നിർത്തി ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പോൾ നിർത്തേണ്ട സ്ഥലങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. വഅലാമാത്ത് അവിടെ നിർത്തുന്നില്ല എങ്കിൽ വഅലാമാതി വബിന്നജ്മി ഹും യഹ്തദൂൻ.
وعلامات وبالنجم هم يهتدون أفمن يخلق كمن لا എന്ന് വായിക്കരുത് കമല്ല കമൽ നൂന് ഇല്ലെങ്കിൽ ഇങ്ങനെ വായിക്കാം കമല്ല അതുപോലെ തന്നെയാണ് വായിക്കണേ നൂന്റെ ശേഷം ലാമ റ വന്നാൽ കമല്ല കമറ എന്ന് വായിക്കണേ ഇവിടെ നീട്ടാനുണ്ടായതുകൊണ്ട് റ ല എന്ന് പറഞ്ഞു أفمن يخلق كمن لا يخلق أفلا تذكرون أفمن يخلق كمن لا يخلق أفلا تذكرون وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم تنوين شمراء لغفور رحيم وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم وإن تعدوا نعمة الله لا تحصوها അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതെങ്ങനെ എണ്ണി നോക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ എണ്ണി കണക്കാക്കാൻ സാധ്യമല്ല. നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വന്നാൽ ആ പ്രയാസങ്ങൾ നമുക്ക് കൈവിൻ്റെ വിരലിൽ എണ്ണാവുന്ന പ്രയാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അനുഗ്രഹങ്ങൾ അത് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ നമ്മൾ എണ്ണൽ ഈ പ്രയാസങ്ങൾ മാത്രമേ എണ്ണുള്ളൂ, അനുഗ്രഹങ്ങൾ അല്ലേ. അപ്പം നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വല്ലാത്തൊരു അനുഗ്രഹം. നമ്മളെ കയ്യിലുള്ള ഫോൺ വല്ലാത്തൊരു അനുഗ്രഹമാണ്. അത് കേടാകും, അപ്പം നമ്മൾ അത് അനുഗ്രഹത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഫോൺ എന്നുള്ളത് അനുഗ്രഹമായിട്ട് ഉപയോഗിക്കാനുള്ള സംഗതിയാണല്ലോ. അപ്പം അത് നമ്മൾ കേടായിട്ട് ഉപയോഗിക്കുമ്പോൾ കേടാകും, പക്ഷേ അത് ഫോൺ എന്നുള്ള സംഗതി ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾ നമ്മളത് മനസ്സിലാക്കുന്നില്ല. ക്ലാസ് കേൾക്കാനുള്ള അനുഗ്രഹമാണ് അല്ലേ, തൗഫീഖ്, അതിനുള്ളൊരു സൗഭാഗ്യം കിട്ടുക എന്ന് പറയുമ്പോൾ. ഇപ്പം നമ്മൾ ഫോൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പല ക്ലാസ്സുകളും നമുക്ക് കിട്ടും. ക്ലാസ്സായിട്ടും മറ്റുള്ളതൊക്കെ ആയിട്ട് നമുക്ക് ഓരോ രസങ്ങൾ തോന്നുന്ന പലതും നമുക്കിതിൽ കിട്ടും അല്ലേ. പല റീൽസും മറ്റതൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും ക്ലാസ് ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരുപാട് ആൾ. ക്ലാസ് എന്നൊരു ഉദാഹരണം പറഞ്ഞാണ്. സ്ഥിരമായിട്ട് വഅദ് കേൾക്കുന്ന, സ്ഥിരമായിട്ട് ഖുർആൻ ക്ലാസ് കേൾക്കുന്ന, നമ്മളെ ക്ലാസ് അല്ലാത്ത വേറെ ക്ലാസ്സുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന, ദിക്റൊക്കെ ചൊല്ലുന്ന ഒരുപാട് ആളുകളുണ്ട്, സ്വലാത്ത് ചൊല്ലുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു വല്ലാത്തൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് ദായമാകാൻ വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഇതൊന്നും ഇപ്പോൾ നമുക്ക് ശാശ്വതമല്ല. അവസാനം ഇതൊക്കെ ചൊല്ലി അവസാനം നല്ല നിലക്ക് മരിക്കണം. അതാണ് ഇപ്പോൾ നമ്മളെ ആ ഒരു ലക്ഷ്യം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മളെ മനസ്സിൽ നമ്മളെ പ്രയാസങ്ങൾ മാത്രമേ നമ്മളെ മനസ്സിലുള്ളൂ. ശാരീരികമായിട്ട്, സാമ്പത്തികമായിട്ട്, കുടുംബപരമായിട്ട്, ഇങ്ങനെ കച്ചവടം, ജോലിയുമായിട്ട്, ഇങ്ങനെ നമ്മളെ മക്കളുമായി ബന്ധപ്പെട്ട്, നമ്മളെ പേരമക്കളുമായി ബന്ധപ്പെട്ട്, നമ്മളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് നമ്മളെ മനസ്സിലേക്ക് വരിക. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അല്ലാഹു തആല നമുക്ക് ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെ അനുഗ്രഹം തന്നു വെച്ചാൽ നമുക്ക് ഒറ്റൊന്നും നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം നമ്മളെ സിറ്റുവേഷൻ എന്തൊക്കെയാ അള്ളാഹ് എന്താ അള്ളാഹ് ഇപ്പം നമുക്ക് തന്നല്ലാതെ എന്തൊക്കെ തന്നു ചോദിച്ചാൽ അതൊന്നും പറയാൻ കിട്ടൂല. എന്തൊക്കെ പ്രയാസങ്ങൾ നമുക്കിപ്പോൾ എന്തപ്പോൾ അവസ്ഥ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഒന്നും പറയണ്ടാന്നാണ് പിന്നെ തുടങ്ങിയായിരുന്നു. നമുക്കൊരു അറ്റമില്ലാത്ത ചിലപ്പം പറച്ചിൽ പറയാണ്ടാവും. നമുക്കിപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇപ്പം നമ്മൾ എല്ലാവർക്കും ഉണ്ടെന്നല്ല പൊതുവെയുള്ള വിഷയം പറഞ്ഞത് മാത്രം. പക്ഷെ അനുഗ്രഹങ്ങൾ അള്ളാഹു എന്തൊക്കെ തന്നു ചോദിച്ചാൽ അള്ളാഹ് ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ തന്ന്, അതിപ്പോൾ അതന്നെ, അത്ര തന്നെ. ആ ഒരു ചിന്തയാണ്. അതൊക്കെ നമ്മൾ മാറ്റി നമ്മളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തകൾ ഉണ്ടാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അടുത്ത വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ
والله يعلم ما تسرون وما تعلنون. 20 والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون. والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون. അപ്പോൾ 20 ആയത്താണ് ഓതിയത്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഓതി നോക്കാം, അതിന് ശേഷം നമുക്ക് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീം അത് ആരിലാണ്, മീമിന് സുക്കൂർ തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്. അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂഹു സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. യുനസ്സിലുൽ മലായികത ബിർറൂഹി من أمره على من يشاء من عباده أن أنذروا أنه لا إله إلا أنا فاتقون. خلق السماوات والأرض بالحق تعالى عما يشركون. خلق الإنسان من نطفة فإذا هو خصيم مبين. والأنعام خلقها لكم فيها دفء ومنافع ومنها تأكلون. ولكم فيها جمال حين تريحون وحين تسرحون. وتحمل أثقالكم إلى بلد لم تكونوا بالغيه إلا بشق الأنفس. إن ربكم لرؤوف رحيم. والخيل والبغال والحمير لتركبوها وزينة ويخلق ما لا تعلمون. وعلى الله قصد السبيل ومنها جائر ولو شاء لهداكم أجمعين. هو الذي أنزل من السماء ماء لكم منه شراب ومنه شجر فيه تسيمون. ينبت لكم به الزرع والزيتون والنخيل والأعناب ومن كل الثمرات. إن في ذلك لآية لقوم يتفكرون. وسخر لكم الليل والنهار والشمس والقمر والنجوم مسخرات بأمره. إن في ذلك لآيات لقوم يعقلون. وما ذرأ لكم في الأرض مختلفا ألوانه. إن في ذلك لآية لقوم يذكرون. وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون.
وألقى في الأرض رواسي أن تميد بكم وأنهارا وسبلا لعلكم تهتدون وعلامات وبالنجم هم يهتدون أفمن يخلق كمن لا يخلق أفلا تذكرون وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم والله يعلم ما تسرون وما تعلنون والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون صدق الله العلي العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബേ, നിങ്ങൾ ഓതിയ ഖിറാഅത്ത് നീ സ്വീകരിക്കണം റഹ്മാനെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 1-2 ദിവസം ക്ലാസ് ഇല്ലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ്, നമ്മുടെ ഈ ക്ലാസ് അള്ളാഹു പരിപൂർണമായിട്ട് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമ അള്ളാഹു തആല നമുക്കൊക്കെ വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂവാറ്റുപുഴയിലുള്ള നദീറ എന്ന് പറയുന്ന സഹോദരി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഉപ്പയുടെയും ഉമ്മയുടെയും ആണ്ടിൻ്റെ ദിവസമാണ്. പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ഖബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബെ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ റഹ്മാനെ. ബർസഖിയായ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ, നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ സൽമ എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനെ റബ്ബെ, അവർക്ക് നീ അവരുടെ ഖബറിലേക്ക് ഞങ്ങൾക്ക് ഓതിയ ഈ ഖിറാഅത്തിൻ്റെ മിസ്ല സവാബ് അവരുടെ ഖബറിലേക്ക് എത്തിച്ച് അവർക്ക് നീ സന്തോഷം നൽകണേ റഹ്മാന്. അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ റഹ്മാന്. അവരുടെ ഖബറിലേക്ക് നീ മൂനിസായി എത്തിച്ചു കൊടുത്ത് എല്ലാം കൊണ്ടും നീ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാന്. ഉയർന്ന ദറജ നൽകി അനുഗ്രഹിക്കണേ റഹ്മാന്. അതുപോലെ തന്നെ ജമീല എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ്, വരാൻ പോകുന്ന ദിവസമാണെന്ന് പറഞ്ഞു പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ, അവിടെയൊക്കെ ഖബറിടം നീ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. കണ്ടെത്താൻ ദൂരത്തേക്ക് നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾ ഓതിയ ഈ ഒരു നൂറ് അവരുടെ ഖബറിലേക്ക് വെളിച്ചമായി എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. വല്ല അദാബുണ്ടെങ്കിൽ അതൊക്കെ നീ എടുത്തു കളഞ്ഞ് അവരുടെ ഖബറിൽ നീ എല്ലാം കൊണ്ടും റാഹത്ത് കൊടുക്കണം റഹ്മാനെ, സന്തോഷം കൊടുക്കണം റഹ്മാനെ. ദുൽമത്തിനെ മാറ്റി നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, അതുപോലെ തന്നെ കസ്റ്റംസ് റോഡിലുള്ള റസിയാബിയുടെ ഉമ്മ ആയിഷ എന്നവർ ആണ്ടിൻ്റെ ദിവസം, അവരുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ, അവരുടെയൊക്കെ ഖബറിടം നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാൻ. അൽഹംദുലില്ലാ, നല്ല ആ ഒരു എപ്പോഴുമുള്ള ആ ഒരു ദുആ നമ്മളൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് പതിവാക്കണം. ദുആ മജ്ലിസിൽ മാത്രം ദുആ ചെയ്യപ്പോൾ നമ്മളൊക്കെ ദുആ ചെയ്യുന്നതാണ് എങ്കിൽ പോലും നമ്മളൊക്കെ എപ്പോഴും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. റഹ്മാനെ റബ്ബെ, ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണ റഹ്മാനെ. അവിടെയൊക്കെ ബർസഖിയായ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ, നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാൻ. അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള സഹോദരി, ആ സഹോദരിയുടെ ഉപ്പയുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബ്, അവിടെ ഖബറിടം നീ വെളിച്ചമാക്കി നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. അവർക്ക് പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കേൾക്കുന്ന ഒരു വലിയ മഹത്തായ സദസ്സായതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. റഹ്മാനെ റബ്ബെ, നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് എപ്പോഴും ഏത് സമയത്തും ദുആ ചെയ്യുമ്പോഴൊക്കെ അവർക്കൊക്കെ വേണ്ടി നമ്മളെപ്പോഴും ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന അവർക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ പ്രത്യേകമായിട്ട് ഹദിയ ചെയ്യുകയും നമുക്കൊന്നും തന്നെ നഷ്ടപ്പെടാനില്ല. നമ്മളൊക്കെ എന്ത് ചെയ്യുക, ഒന്നതൊക്കെ
അവരൊക്കെ ഹദറത്തിലേക്ക് എത്താൻ വേണ്ടി പിന്നെ ഒന്ന് ഹദിയ ചെയ്യുക, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ പറയുക. അതൊക്കെ നമ്മളൊക്കെ ചെയ്യുക. അല്ലാഹു തആല ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് അറിയിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് പേര് പറയുമ്പോൾ അതിനൊക്കെ മിസ്ലു സവാബ് അവരൊക്കെ ഖബറിലേക്ക് പ്രത്യേകമായിട്ട് ഓരോരുത്തരും കരുതുമ്പോൾ പിന്നെ പ്രത്യേകമായിട്ട് എണ്ണം പറഞ്ഞിട്ടില്ലെങ്കിൽ ഉസ്താദ് പറയപ്പെട്ട മുഴുവൻ ആളുകളുടെ ഹദറത്തിലേക്ക് ഞാനിതാ ഹദിയ ചെയ്യുന്നു എന്ന ആ ഒരു നിയത്ത് എല്ലാവരും വെച്ചാൽ മതി. അപ്പോൾ അതൊക്കെ അവരൊക്കെ ഹദറത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ നമ്മൾ ഏത് സംഗതി ചെയ്താലും മുഴുവൻ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട് ഹദിയ ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തും. അതൊക്കെ നമ്മളൊക്കെ പ്രത്യേകമായിട്ട് ചെയ്യുക. അതിനൊക്കെ പ്രതിഫലം നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മളെ നിയ്യത്തനുസരിച്ച് നമുക്കൊക്കെ അതിൻ്റെ കൂലി ലഭിക്കും. അല്ലാഹുവേ, ഞങ്ങൾ കർമ്മങ്ങളൊക്കെ നീ നന്നാക്കണം റഹ്മാൻ. ചെയ്യുന്ന അമലുകൾ വളരെ കുറവാണെങ്കിൽ ഉള്ളത് നീ പൊരുത്തപ്പെട്ട് നീ സ്വീകരിക്കണം റഹ്മാനെ റബ്ബേ, നീ ഉള്ളത് നീ പൊരുത്തപ്പെട്ട് സ്വീകരിച്ച് വണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എൻ്റെ മഹത്തായ പ്രതിഫലം നൽകി നാളെ കൺകുളിർമ അതൊക്കെ കാണാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولمن ماتوا منا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.